ഹായ് ഓൾ, KS മെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? അതെങ്ങനെ പഠിക്കണം എന്ന് പഠിച്ചാലോ? നിങ്ങൾക്ക് കുറേയധികം ഡൗട്ടുകൾ ഉണ്ടാവും അല്ലേ? എത്ര കാലത്തെ പഠിക്കണം, ഇനി സ്പെസിഫൈ ചെയ്ത് മാർക്ക് ഉണ്ടോ, അങ്ങനെ കുറേ ഉണ്ടാവും. നമുക്ക് ഇന്നതെല്ലാം ക്ലാരിഫൈ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു പോകാം. ഇനി നമുക്ക് സിലബസ് നോക്കിയാലോ? എന്താണ് സിലബസിൽ കിടക്കുന്നത്? പ്രിലിമിനറിയുടെ സിലബസ് ആണുള്ളത്. നോക്കിയേ, ഹിസ്റ്ററി 10 മാർക്കോളം ചോദ്യങ്ങൾ വരും. ജോഗ്രഫിക്ക് 5, എക്കണോമിക്സിന് 5, സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കൂടി 10 മാർക്ക് ഉണ്ട്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിന് 10 ഉണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 5, സയൻസ് ആൻഡ് ടെക്കിന് 5. ഇനി ബാലൻസ് 50 മാർക്ക് എന്താണ്? നമ്മൾ ഈ MEM എന്ന് പറയുന്ന മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എവിടെയായിരിക്കും ചോദിക്കുക? ഇപ്പോൾ ഡിഗ്രി മെയിൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം സെപ്പറേറ്റ് തന്നെ 15 മാർക്ക് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയുള്ള ഒന്നും പറയുന്നില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണോ വേണ്ടയോ? എന്താണ് PSC ഇതിനകത്തൊന്നും കൊടുക്കാഞ്ഞത്? എന്തെങ്കിലും ക്ലൂ തന്നിട്ടുണ്ടോ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കണോ വേണ്ടോന്ന്? നിങ്ങൾക്കറിയാലോ, നമ്മളിവിടെ അനാലിസിസ് നടത്തുന്നുണ്ട്. AI അനാലിസിസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ തന്നെ നമുക്ക് 3 തൊട്ട് 8 ക്വസ്റ്റ്യൻ വരെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് പക്ക ഫാക്ച്വൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുകൂടാതെ ഇപ്പം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ കാലമാണ് അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസിനകത്ത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് കറണ്ട് അഫയേഴ്സ് എന്നും മറ്റേ സ്റ്റേറ്റ്മെന്റ് ഫാക്ച്വൽ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബ്ലെൻഡ് ഒക്കെ കാണുന്നുണ്ട്. ഞാൻ നോക്കിയേ, സിലബസിൻ്റെ ഭാഗം എടുത്ത് നോക്കുമ്പോൾ എല്ലായിടങ്ങളിലും പ്ലസ് കറണ്ട് അഫയേഴ്സ്, ഇപ്പോൾ സിവിക്സ് എടുക്കുകയാണെങ്കിലും പൊളിറ്റി എടുക്കുകയാണെങ്കിലും ഹിസ്റ്ററി എടുക്കുകയാണെങ്കിലും സിലബസ് ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് കറണ്ട് അഫയേഴ്സിനോട് വളരെയധികം താല്പര്യമുണ്ട്. അവരെന്തായാലും ചോദിക്കും. ഇപ്പം നമ്മൾ അനാലിസിസ് വെച്ച് നോക്കിയ കാര്യം പറഞ്ഞില്ലേ, 3 തൊട്ട് 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അനാലിസിസ് വഴി നോക്കുമ്പോഴത്തേക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും അവർക്ക് ചോദ്യം ചോദിക്കാം. PSCക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയും കൂടിയാണ് കറണ്ട് അഫയേഴ്സ്. വേണമെങ്കിൽ അവർക്ക് ടഫ് ആക്കാം, അല്ലെങ്കിൽ നമ്മൾ പത്രമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് എങ്ങനെ കറണ്ട് അഫയേഴ്സിനെ ടാക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ഉത്തരം കണ്ടെത്തണം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ആ സ്ട്രാറ്റജി എന്നുള്ളത് അറിയണ്ടേ? നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. എത്ര കാലത്തത് പഠിക്കണം? നമ്മൾ ക്വസ്റ്റ്യൻസ് ഇനി ഡിസ്കസ് ചെയ്യും. ഓരോ സബ്ജക്റ്റിനും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളതെന്നൊക്കെ ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരു വർഷത്തേത് പഠിക്കൂ. മീൻസ് ഈ ജനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കും. നിങ്ങൾ പത്രം വായനയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. നിങ്ങളത് നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് പറയും. ഇതുവരെ പത്രം വായിച്ച് തുടങ്ങാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് തുടങ്ങുക തന്നെ വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഒരു വർഷം ജനുവരി തൊട്ടുള്ളത് നിങ്ങൾ എന്തായാലും പഠിച്ച് തന്നെ പോവാം കേട്ടോ, അടുത്ത ഡിഗ്രി പ്രിലിംസിന് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്. അപ്പോൾ നോക്കിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് സിലബസ് പഠിക്കണം എന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ ഒരു ക്ലിപ്പ് കാണിച്ചു എക്കണോമിക്സിൻ്റെ അല്ലേ? അതേപോലെ PSCയുടെ സൈറ്റിൽ കയറിയാൽ സിലബസ് കൊടുത്തിട്ടുണ്ട്. ആ സിലബസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതൊന്നും നന്നായിട്ടിരുന്ന് എല്ലാ ദിവസവും സിലബസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സിലബസിനെ കുറിച്ച് എന്താ പറയുക, ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഇനിയും തൊട്ട് ന്യൂസ് പേപ്പർ വായിക്കും. ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്, മലയാളം എങ്കിൽ മലയാളം. എന്തിനാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നത്? ഇനിയുള്ള സ്ലൈഡുകളിൽ ഞാൻ കാണിച്ചു തരാം ഓരോ സബ്ജക്റ്റിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വിത്ത് പ്രൂഫ് ന്യൂസ് പേപ്പർ കട്ടിങ് കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, അല്ലെ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്മി മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾ ആ വീഡിയോ കാണണം. ന്യൂസ് പേപ്പർ എങ്ങനെയൊക്കെ വായിക്കാം എന്നുള്ളതിൻ്റെ ക്ലിയർ കട്ട് ഐഡിയ അവിടുന്ന് കിട്ടും. എനിക്കറിയില്ല നിങ്ങളിപ്പോൾ PSC ബുള്ളറ്റിനാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാഗസീനാണോ പഠിക്കുന്നത്. എന്ത് പഠിച്ചാലും എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കണം. ന്യൂസ് പേപ്പർ ഒരിക്കലും എന്താ പറയുക, നമ്മളുടെ പണ്ടുള്ള അപ്പന്മാരൊക്കെ ചെയ്യുന്ന പോലെ കാലുമേ കാലൊക്കെ വെച്ച് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വായിക്കുന്ന ആ ഒരു രീതിയൊക്കെ മാറിയിട്ട് ന്യൂസ് പേപ്പർ എന്താവണം? നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ആവണം. എന്താണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ആണോ എന്ന് വെച്ചാൽ, ന്യൂസ് പേപ്പറിൽ വരുന്ന ന്യൂസുകളാണ് പിന്നെ നമുക്ക് പഠിക്കാൻ വരുന്ന കണ്ടന്റുകൾ. അപ്പോൾ അതെന്തായാലും പഠിക്കേണ്ട. അപ്പോൾ ന്യൂസ് പേപ്പർ ഇനി തൊട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലാക്കി നിങ്ങൾ മാറ്റണം. ന്യൂസ് പേപ്പർ വായിക്കണം. ന്യൂസ് പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇനി അഥവാ അല്ല നിങ്ങൾക്ക് ആപ്സ് യൂസ് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ന്യൂസ് പേപ്പറിൽ ഡെയിലി ദിവസം എന്തൊക്കെ വരുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം നോക്കി തന്നെ പോകണം. അത് കഴിഞ്ഞിട്ടോ അത് പക്കയായിട്ട് റിവൈസ് ചെയ്യാൻ വേണം. അപ്പോൾ ഇനി നോക്കിയാലോ, അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ പഠിച്ചു, നമ്മൾ വായനയൊക്കെ തുടങ്ങി. ഇനി ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഓരോ സബ്ജക്റ്റിനും ഇത് മാറും.
അപ്പോൾ നോക്കിയേ, നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണ്, 10 മാർക്കുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഹിസ്റ്ററി പഠിക്കുന്നത്? നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കും, മോഡേൺ ഇന്ത്യ പഠിക്കും, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പഠിക്കും, വേൾഡ് ഹിസ്റ്ററി പഠിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും എന്താണ്, കൂടുതലും ഫാക്ച്വൽ അല്ലെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററിയിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ നേരെ തിരിച്ച് സയൻസ് ആൻഡ് ഒക്കെ എടുക്കുന്നു. പത്രത്തിൽ എന്ത് വന്നാലും അതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമായിട്ട് കാണാറുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിലും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നൊരു ഭാഗമാണുള്ളത്. പക്ഷേ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പോൾ ഓരോരോ സബ്ജക്റ്റ് വെച്ച് എങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് എന്തായാലും ഓരോരോന്നായിട്ട് ഓരോ സബ്ജക്റ്റായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ജോഗ്രഫി നോക്കിയാലോ. ജോഗ്രഫിയിൽ എന്താ കിടക്കുന്നത്? ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കാരണം കൺസെപ്ച്വലി മാത്രമല്ല, നമുക്ക് ഫാക്ച്വലി അറിയണം. നമുക്ക് മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, കുറേ ലാൻഡ് ഫോംസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റും. നോക്കി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. Noto, which suffered a 7.5 scale earthquake and a devastating tsunami on New Year of 2024 is in which Asian country? ഇതാണ് ചോദ്യം. ഒരു ജപ്പാനിലെ ഒരു കൺട്രിയാണ്. ഇപ്പോൾ ആൻസർ എന്തായാലും എല്ലാവർക്കും അറിയാം, ജപ്പാൻ എന്നുള്ളത്. അപ്പോൾ ഇത് എന്തായാലും ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടാവും ന്യൂ ഇയറിൻ്റെ അന്നാണ്. ഇത് മാത്രമല്ല, നമ്മളിത് നമ്മുടെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, January 1 പബ്ലിഷ് ചെയ്ത ന്യൂസ് ആണ്. നോക്കിയേ, മേജർ ജപ്പാൻ ക്വിക്ക് ട്രിഗേഴ്സ് സുനാമി വേവ്സ് റെസിഡന്റ് ടോൾ ടു റൺ. മനസ്സിലായോ? എന്തുകൊണ്ടാണ് പത്രം വായിക്കേണ്ടതെന്ന് മനസ്സിലായോ? മേജർ ഹെഡിങ് ആയിട്ട് വന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് എന്താണ്, ഇനിയുമുള്ള എക്സാംസിന് എർത്ത് ക്വിക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, വോൾക്കാനിക് ഇറപ്ഷൻസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക തന്നെ വേണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരുന്നത്. ഡിഗ്രി തല ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കി, ഷാഹീൻ സൈക്ലോണിക് സ്റ്റോം വാസ് ഫോംഡ് ഇൻ ദ അറേബ്യൻ സീ ഇൻ October 2021. കണ്ടോ, ഡേറ്റ് സഹിതം കൊടുത്തിട്ടുണ്ട്. ദ സൈക്ലോണിക് സ്റ്റോം ഗുലാബ് ഒക്കേർഡ് ഇൻ September 2021 ഓവർ മെഡിറ്ററേനിയൻ സീ. അപ്പോൾ ഒക്ടോബറും സെപ്റ്റംബറിന്റെ ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഷാഹീൻ സൈക്ലോണിക് സ്റ്റോം വാസ് ഫോംഡ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ ഇൻ December 2021. പിന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സൈക്ലോണിക് സ്റ്റോം ആംഫാൻ occurred in 2020 over Black Sea. അപ്പം 4 സ്റ്റേറ്റ്മെന്റിലും എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സൈക്ലോണുകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പത്രം വായിച്ചാൽ കിട്ടുമോ ഇതിന്റെ ആൻസർ? നോക്കിയേ, പത്രത്തില് ഡേറ്റ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഡീപ് ഡിപ്രഷൻ ഇന്റൻസിഫൈസ് ഇൻ ടു സൈക്ലോൺ ഷഹീൻ ടു മൂവ് അവേ ഫ്രം ഇന്ത്യൻ കോസ്റ്റ്. സൈക്ലോൺ ഷഹീൻ വാസ് ഫോംഡ് ഫ്രം ദ റെമിനൻസ് ഓഫ് സൈക്ലോൺ ഗുലാബ്. ഇതേ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ മുന്നേ വായിച്ചത്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിട്ടാണ് നടന്നത്. ഇത് October 1 നടന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് പത്രം വായിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇനി നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി നോക്കിയാലോ. എന്താണ് ക്വസ്റ്റ്യൻ? ദ വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ഈസ് റീസെന്റ് ബീങ് കൺസ്ട്രക്റ്റഡ് ഇൻ ഇന്ത്യ എബോവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ്. പത്രത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ട്. നോക്കിയേ, എ വീഡിയോ ഓൺ ചെനാബ് ബ്രിഡ്ജ് ഇൻ ദ റേസി ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ദാറ്റ് ഇന്ത്യ ക്ലെയിംസ് as ദി വേൾഡ് ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ്. അത് എന്നായിരുന്നു പബ്ലിഷ് ചെയ്തത്? April 2, 2023. അതുമാത്രമല്ല, ഈ വർഷം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. എന്തുകൊണ്ട്? അവർ ആ ഒരു ട്രയൽ റൺ നടത്തി June 21 അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വർഷം വേണമെങ്കിലും ചോദിക്കാം. കറണ്ട് അഫെയർസ് ആണ്, പക്ക കറണ്ട് അഫെയർസ് ആണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന സ്നിപ്പുകൾ അല്ലെങ്കിൽ ഈ ഇൻഫോർമേഷനൊക്കെ എവിടെ നിന്നുള്ളതാണ്? ഹിന്ദുവിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹിന്ദു വായിക്കാൻ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും. മലയാളം പത്രം വായിക്കാൻ സമയമുണ്ടെങ്കിൽ മലയാളം വായിക്കൂ. 1 മണിക്കൂറിൽ കൂടുതലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇവൻ നിങ്ങൾക്കൊന്നും പഠിക്കാൻ പോലും പറ്റില്ല ഒരു ദിവസം. ബട്ട് 1 മണിക്കൂർ നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ പത്രം വായിക്കാൻ. ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റ് നോക്കിയാലോ. ഇനി നോക്കിയേ, അടുത്ത സബ്ജക്റ്റ് ആർട്ട്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ആണ്. എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. കാരണം 10 മാർക്ക് ഉണ്ട്. ഫാക്ച്വൽ ഏരിയയിൽ നിന്നും ചോദിക്കാം, കറണ്ട് അഫയേഴ്സും ചോദിക്കാം. ഇപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് സ്പോർട്സിൽ നിന്ന് എത്ര വേണമെങ്കിലും ചോദിക്കാം. പത്രം വായിക്കണം. ആർക്കൊക്കെയാണ് മെഡലുകൾ കിട്ടിയിട്ടുള്ളത് എന്താണെന്നുള്ളതും ഒക്കെ എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പഠിച്ചു വെക്കണം കേട്ടോ. നോക്കി, എന്താ ക്വസ്റ്റ്യൻ? ഇതൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ഇത് കൾച്ചർ എന്ന ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ദ ന്യൂ വൈസ് ചാൻസലർ ഓഫ് കേരള കലാമണ്ഡലം ആരാണെന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത്. ഇത് നോക്കിയേ, ഹിന്ദുവിലും ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ മലയാളം പത്രം വായിക്കുന്നെങ്കിൽ നോക്കിയേ, ഡോക്ടർ ബി അനന്തകൃഷ്ണൻ കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലറായി. നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഹിന്ദു മാത്രമല്ല, നിങ്ങൾ മലയാളം വായിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണെങ്കിലും സിലബസ് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ സിലബസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി സ്പോർട്സിൽ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ കണ്ടു.
അതും കൂടി നമുക്കൊന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കിയേ, വാട്ട് ഈസ് ദ ഒഫീഷ്യൽ സോങ് ഓഫ് ICC വിമൻസ് വേൾഡ് കപ്പ് 2022 കോൾഡ്? ഇതെന്നാ പബ്ലിഷ് ആയെന്നറിയോ? 2021 മാർച്ചിലാണ്. എന്നുവെച്ചാൽ ഒരു വർഷം സ്പാനിൽ അല്ലെങ്കിൽ ആ ഒരു വർഷം ആ ഒരു ഇൻ്റർവെല്ലിലാണ് PSC സ്പോർട്സ് ആണെങ്കിലും ചോദിച്ച് കാണാനുള്ള ഒരു ചാൻസ് ഉള്ളത്. എങ്കിലും നമ്മളിപ്പോൾ ഇങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യുന്നു, PSCക്ക് വേണമെങ്കിൽ അത് 3-4 കൊല്ലമൊക്കെ ആക്കാം. എങ്കിൽ പോലും നിങ്ങൾ ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജനുവരി തൊട്ട് തന്നെ നോക്കിപ്പോയിക്കോളൂ. കാരണം എന്താ, ഇതൊക്കെ അതിൻ്റെ ഒരു പ്രൂഫാണ് കേട്ടോ. ഇനി അടുത്ത സബ്ജക്റ്റ് നോക്കാം. എന്താണ് അടുത്ത സബ്ജക്റ്റ്? അടുത്ത സബ്ജക്റ്റ് ഞാൻ പൊളിറ്റി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എന്താണത്? സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പൊളിറ്റി എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക? ഇപ്പം നമ്മൾ ബാക്കി 2 സബ്ജക്ട്സും പറഞ്ഞു അല്ലേ, ജോഗ്രഫി ആണെങ്കിലും ആർട്സ് സ്പോർട്സ് ആണെങ്കിലും ചോദിക്കുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. പൊളിറ്റി എങ്ങനെയായിരിക്കും? പൊളിറ്റിയിൽ നമ്മുടെ ന്യൂസിൽ എന്തെങ്കിലും ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ആക്റ്റുകൾ വന്നിട്ടുണ്ടോ, ഇനി ഏതെങ്കിലും ആർട്ടിക്കിൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ അപ്പോയിൻമെൻറ്റുകൾ വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്? ഹൂ ഈസ് ദ കറന്റ് സ്പീക്കർ ഓഫ് ലോക്സഭ? അന്നത്തെ ക്വസ്റ്റ്യനിൽ ഇതിന് എത്ര റെലവൻസ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇനി കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഓം ബിർള 2ാമത്തെ ടേമിൽ വന്നു. ഓം ബിർള വന്നതിൻ്റെ ന്യൂസ് ഇതാ കിടപ്പുണ്ട്. പ്രൈം മിനിസ്റ്റർ മോദി ആൻഡ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാഹുൽ ഗാന്ധി എസ്കോർട്ടഡ് മിസ്റ്റർ ബിർള ടു ലോക്സഭ സ്പീക്കർ ചെയർ ആഫ്റ്റർ ഹിസ് എലക്ഷൻ. ഇനി ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇനി സ്പീക്കർ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല വരിക. ചിലപ്പോൾ ഓം ബിർളയാണ് എലക്ട് ആയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഏതൊക്കെയാണ് സ്പീക്കറിൻ്റെ കാര്യങ്ങൾ പഠിച്ചു നോക്കുക. എന്ന് വെച്ചാൽ സ്പീക്കറിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. അതിൻ്റെ ഇടയിൽ ഒരു ലൈൻ ഈ ചോദ്യങ്ങളാവാം. അപ്പം നമുക്ക് ആ 1 മാർക്ക് വേണം. അപ്പം നമ്മൾ സ്പീക്കറിനെ കുറിച്ച് എന്തായാലും പഠിച്ചിരിക്കണം. ഇങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സ് ന്യൂസ് വന്നിട്ടുണ്ട്, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടി നോക്കാം. നോക്കിക്കേ, ഹൂ ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഛത്തീസ്ഗഡ്? അപ്പം അപ്പോയിൻമെൻറ്റുകൾ വരാം. എന്ന് വെച്ചാൽ നമുക്ക് സിവിക്സിലാണുമ്പോൾ ബോഡീസ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ ബോഡീസിലൊക്കെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റുകൾ വരുന്നുണ്ടല്ലേ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള അപ്പോയിൻമെൻറ്റുകളൊക്കെ ആയിരിക്കും വരിക. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിഗ്രി മെയിൻസ് വരുമ്പോൾ ഇത്രയും കൂടി PSC എന്താണോ ഒന്ന് കടുപ്പിക്കും. ഇനി അടുത്ത സബ്ജക്റ്റ് നോക്കാം. അടുത്ത സബ്ജക്റ്റ് ഏതാണ്? കമ്പ്യൂട്ടർ ആണ് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. പക്ഷേ നമ്മുടെ സിലബസിൽ ഇൻ്റർനെറ്റ് എന്നൊരു പോർഷൻ ഉണ്ട്. ഇപ്പോൾ കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം. നോക്കി, എന്താണ് ക്വസ്റ്റ്യൻ? ദ ടെക്നോളജി യൂസ്ഡ് ബൈ ബുക്ക് റീഡേഴ്സ് ലൈക്ക് ആമസോൺ കിൻഡിൽ ഈസ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെന്താണ്? വൺ ഓഫ് ദ പോപ്പുലർ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോം Omegle has shut down its operation on November 8, 2023. Who is the founder of Omegle? അപ്പോൾ ഫൗണ്ടറിനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ മാത്രമല്ല, ഇൻ്റർനെറ്റ് എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ വിട്ടുപോകരുത്. എന്തെങ്കിലുമൊക്കെ ഇന്നോവേഷൻസ് കാണുകയാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി അടുത്ത നോക്കാം സബ്ജക്റ്റ്. അടുത്ത സബ്ജക്റ്റ് എന്താ? എക്കണോമിക്സ്. കുറേ പേർക്ക് വളരെയധികം ടഫാണ്, എന്നാൽ കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റും കൂടെയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാം ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണത്? ബഡ്ജറ്റ് നിങ്ങൾ പഠിക്കാതെ പോകരുതേ. കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാം. അടുത്ത ഡിഗ്രി പ്രിലിംസിന് എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യും ബഡ്ജറ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് എന്താ? നിതി ആയോഗ്. ഇപ്പം നോക്കി, ഈ ക്വസ്റ്റ്യൻ എന്താ ഇട്ടേക്കുന്നത്? വാട്ട് ഈസ് ദ ശൂന്യ ക്യാമ്പയിൻ ഓഫ് നിതി ആയോഗ്? നിതി ആയോഗിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ്? PIB എന്നുള്ളൊരു കട്ടാണ് കേട്ടോ. നിങ്ങൾ PIB ഒന്നും നോക്കേണ്ട, എന്തെങ്കിലും കമ്പൈലേഷനിലും പത്രത്തിലും ഒക്കെ ഉണ്ടാവും. അപ്പം നിതി ആയോഗിൻ്റെ ഇനിഷ്യേറ്റീവ്സ്. ഇനി എന്തെങ്കിലും പോളിസി അല്ലെ ബാങ്ക് പോളിസി റേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, അങ്ങനെ അഗ്രികൾച്ചർ ക്രോപ്സിൻ്റെ എന്തെങ്കിലും ഒരു ഡേറ്റ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സിലബസ് പഠിച്ചാൽ അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എക്കണോമിക്സിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത സബ്ജക്റ്റ് നോക്കാം. സയൻസ് ആൻഡ് ടെക് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്തായിരിക്കും ചോദിക്കുക? നോക്കിയേ, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്, അതും കറണ്ട് അഫയേഴ്സ് വരാനുള്ള ചാൻസ് കൂടിയ ഒരു ഏരിയ ആണ് എന്ത്? സയൻസ് ആൻഡ് ടെക്നോളജി. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ലാഗ്രാഞ്ച് പോയിന്റ് 1 ഓഫ് ദി സൺ എർത്ത് സിസ്റ്റം? അപ്പോൾ എന്തുണ്ടാവും? L1 എന്നൊരു പോയിന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. കാരണം ആദ്യത്തെ L1 ഇപ്പം കത്തി നിൽക്കുകയാണ്. ഇപ്പൊ ന്യൂസിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലെ, അക്സിയോം മിഷനെ കുറിച്ചിട്ട്. ആരാണ്? ഇന്ത്യൻസ് ഒക്കെ ലീഡ് ചെയ്യുന്നത് ആ ഒരു ഇനിഷ്യേറ്റീവ് ആണെന്നുള്ള രീതിയിലൊക്കെ ന്യൂസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി വെക്കുക. ഇന്ത്യൻസ് ആണല്ലോ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്കിലെ ഒരു ക്വസ്റ്റ്യൻ താണ്ടെ ഇങ്ങനെയാണ്. അത് സാധാ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തുകൊണ്ട് വന്നു? കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നു. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ?
നോക്കി ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ISROനെ കുറിച്ചും ചന്ദ്രയാൻ 2നെ കുറിച്ചും ഒക്കെയാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് കയറ്റിയേക്കുന്നത്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ, ISRO's GSLV F10 EOS 03 launched on August 12, 2021. ഡേറ്റ് വരെ PSC ചോദിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പൊ നമുക്ക് ഡേറ്റ് ഒക്കെ ഇട്ട് നമ്മളെ ഒന്ന് കറക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പം ഡേറ്റ് ഇങ്ങനെയുള്ള ലോഞ്ചസിൻ്റെ ഒക്കെ നോക്കി വെക്കുക. സയൻസ് ആൻഡ് ടെക്കിൽ കറണ്ട് അഫയേഴ്സ് ചോദിക്കുക. ഇപ്പോൾ ആർട്സ് സ്പോർട്സ് കൾച്ചർ പറഞ്ഞതുപോലെ എത്ര വേണമെങ്കിലും മീൻസ് ആ 5ൽ 3 വേണമെങ്കിലും കറണ്ട് അഫയേഴ്സ് ആക്കാം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഫാക്ച്വൽ കണ്ടുപിടിക്കാം. ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് സയൻസ് ആൻഡ് ടെക്നോളജി. പാടാന്ന് പറഞ്ഞ് വിടരുത്. എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അത് എഴുതി വെക്കുക, അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുക. ISROയും DRDOൻ്റെയും ഇനിഷ്യേറ്റീവ്സ് മറക്കരുത്. പിന്നെ ഇതിൻ്റെ സ്ട്രാറ്റജി വീഡിയോ അപ്പായിട്ടുണ്ട്, അപ്പോൾ അതിൽ മിസ് എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് എങ്ങനെ ലിങ്ക് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത നോക്കാം. അപ്പോൾ നമ്മൾ സബ്ജക്ട്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എല്ലാ സബ്ജക്ട്സും പറഞ്ഞു. ഹിസ്റ്ററി ഞാൻ പറയാഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നു, കൂടുതലും ഫാക്ച്വൽ ആയിട്ടാണ് വരിക. എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് നടക്കുവാണെങ്കിലും ഫാക്ച്വലി ആണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ബാക്കി ഒരുവിധം എല്ലാ സബ്ജക്ട്സും നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് നോക്കിയേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. കാരണം ഇന്ത്യ മുന്നിൽ നിന്ന് എന്തെങ്കിലും ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാണ്. ദ റെസ്ക്യൂ ഓപ്പറേഷൻ ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ടു ബ്രിങ് ബാക്ക് ദ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻ ഇസ്രയേൽ ഡ്യൂറിങ് ദ ഹമാസ് ഇസ്രയേൽ കോൺഫ്ലിക്റ്റ്. എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ അജയ് തുടർച്ചയായിട്ട് ന്യൂസിൽ വന്നതുകൊണ്ടേ ഇരുന്നതാണ്. അപ്പം നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചിട്ട് തന്നെ പോയതാണ്, അറിയാവുന്നവരെന്തായാലും കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ അജയ്? തുടർച്ചയായി ന്യൂസിൽ ഒരു ഇവന്റ് വരുന്നു, ഇന്ത്യ അതിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പേരുകൾ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബൈലാറ്ററൽ എക്സസൈസുകൾ നടക്കുന്നു, ഇന്ത്യ അതിന് മുൻഗണന നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യ അതിനൊരു നേതൃത്വം വഹിക്കുന്നു, അറിഞ്ഞിരിക്കുക തന്നെ വേണം. നമുക്ക് വേണമെങ്കിൽ അത് പോസ്റ്റ് ഇൻഡിപെൻഡൻസുമായിട്ട് ലിങ്ക് ചെയ്യുകയും ചെയ്യാം. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുന്നത് തീംസ് ആണ് കേട്ടോ. മീൻസ് എൻവയോൺമെൻറ്റ് ഡേ ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഡേകളുണ്ട്. അപ്പോൾ ആ തീമുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാം. എന്താണ് ഈ വർഷത്തെ പ്രമേയം, ഏത് ദിവസമാണ്, വേണമെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റും ആക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങളും മിസ് ഔട്ട് ആക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെയിലി പോൾ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും നമ്മുടെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബിലും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ചെയ്തു നോക്കൂ. അപ്പം നമ്മൾ എന്തായാലും വിടാതെ തന്നെ തീംസും അങ്ങനെയുള്ള പ്രമേയങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാൻ വേണം, മിസ്സാവാതിരിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളത് കുറിച്ച് വെക്കുക, എക്സാമിന് പോകുന്നതിന് മുമ്പേ ഒന്ന് റിവൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓവറോൾ സ്ട്രാറ്റജി പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം തൊട്ടോർത്താൽ സിലബസ് നന്നായി തന്നെ പഠിക്കണം, ഡൗൺലോഡ് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് എങ്ങനെ ലിങ്ക് ചെയ്യണം എന്നറിയണം, അതിന് നമ്മൾ പത്രം വായിക്കണം. നിങ്ങൾ എന്തെങ്കിലും ഇപ്പം എന്താ പറയുക PSC ബുള്ളറ്റിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവാം, പക്ഷേ പത്രം കൂടി വായിച്ചു പോകുക. അത് മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അത് നമുക്ക് ഉപകാരപ്രദമായി തന്നെ പോകണം. പഠിക്കുമ്പോൾ അത് നമ്മുടെ എക്സാമിന് വേണ്ടതാണ് എന്നുള്ള ചിന്തയിൽ തന്നെ പോകണം. നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം, അത് റിവൈസ് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്യാം, എന്തെങ്കിലും ആപ്സ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതങ്ങനെ തന്നെ പോവുക. പിന്നെ എന്താണ്, സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റങ്ങൾ വരും. സബ്ജക്റ്റ് അനുസരിച്ച് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചറിന് 10 മാർക്കുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. എന്താണ്, പക്ഷെ അത്രയും ക്വസ്റ്റ്യൻസ് എന്താണ് ഹിസ്റ്ററിയിൽ കറണ്ട് അഫയേഴ്സ് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ സ്ട്രാറ്റജി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ KS മെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മളിപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ റൺ ആക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഡിഗ്രി മെയിൻസിൻ്റെ ക്ലാസ്സുകളും റൺ ആക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? LSGS മെയിൻസ്, SA മെയിൻസ്, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക തന്നെ വേണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ വി മീറ്റ്. ബൈ.